അപ്പോഴേ എൻ്റെ ഫേവറേറ്റ് താരത്തിന് ഞാൻ പുഴുങ്ങിയിട്ട പീരയിട്ട് പുഴുങ്ങി. എന്താണെന്നല്ലേ, കടച്ചക്ക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജോസപ്പൻ ചേട്ടൻ്റെ നിന്ന് മേടിച്ച കടച്ചക്കയാണിത്. അവിടെ നല്ല അടിപൊളി കടച്ചക്കയുടെ നല്ല തേങ്ങ വലിപ്പത്തിലുള്ള കടച്ചക്ക കിട്ടിയേട്ടാ. അപ്പോൾ എപ്പോഴും ഉണ്ടാകുമ്പോൾ എനിക്ക് തരാറുണ്ട് കേട്ടോ. രണ്ടെണ്ണം അവിടെ നിന്ന് വാങ്ങിച്ച് അത് ഒരെണ്ണം കട്ട് ചെയ്തു പീരയിട്ട് പുഴുങ്ങി. അപ്പോഴേ നമുക്കിന്ന് 2 കടച്ചക്ക കിട്ടിയേട്ടാ. നമ്മുടെ നാട്ടിലെ തന്നെ ജോസപ്പ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നല്ല മൂത്ത കടച്ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഞാനെടുത്തു പീരയിട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടച്ചക്ക ഞാൻ വെട്ടി നുറുക്കിയൊക്കെ നീറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരല്പം. അപ്പോൾ ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ചായ കുടിക്ക് റെഡിയാക്കണം കേട്ടോ ഇത്. അപ്പം നമുക്ക് കടച്ചക്ക നോക്കാം കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാലും നമുക്കൊന്നും കൂടി ഒന്ന് വെന്ത് ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. വെള്ളം നമ്മൾ കപ്പ പുഴുങ്ങി കോരണ പോലെ കോരിയെടുക്കരുത്. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ വെന്ത് വറ്റണം. ഒരു 5 മിനിറ്റ് കൂടി മൂടി വെക്കാം. അപ്പം നമുക്ക് ചക്ക നോക്കാം. ചക്ക നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി കണ്ടോ. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. പീര ഒരു ചെറിയ മുറി തേങ്ങയുടെ പീരയാണ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ പാകമായിരുന്നു, ഞാൻ നോക്കിയിരുന്നു. ഇത് ആറിക്കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ, അല്ലെങ്കിൽ നാവിലെ തൊലിയൊക്കെ പമ്പ കിടക്കോട്ടെ. നന്നായിട്ട് ആറട്ടെ എന്നിട്ട് കഴിക്കാം. അപ്പം നമുക്കിനി കഴിക്കുമ്പോൾ കാണാം കേട്ടോ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. അപ്പോൾ ഉണ്ടല്ലോ കഴിക്കാം. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് ഒരാൾ എന്നോട് ഹായ് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ആർ കെ കാസർഗോഡുകാരനാണ്. എൻ്റെ ഒക്കെ ഇട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണ നമ്മുടെ ഒരു പ്രേക്ഷകനാണ്. ആർ കെ ബിഗ് ഹായ്. എൻ്റെ ഫാമിലിയുടെയും വലിയൊരു അന്വേഷണം കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ നമുക്കിത് കഴിക്കാം. പൊളിയാണെങ്കിൽ പൊളി. ഇത് നല്ല മൂത്ത കടച്ചക്ക അരിക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്താൽ കട്ടാകണം. പിന്നെ അത് തന്നെയല്ല, ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വാണി നന്നായിട്ട് കളയണം. അല്ലെങ്കിൽ വെള്ളം കയറിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കഴിക്കണത്. പീരയൊക്കെ നമ്മൾ റെഡിയായതിന് ശേഷം ലാസ്റ്റാണ് ഇടണത്. അപ്പോൾ പീര ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വൈകുന്നേരത്തെ ചായയോടിക്കുള്ള സ്പെഷ്യൽ ഇതാണ്, കടച്ചക്ക പീരയിട്ട് പുഴുങ്ങിയത്. ഇത്തിരി ഇഞ്ചി ചായ കുടിക്കാം കേട്ടോ. സൂപ്പറാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്. മൂത്താണെന്ന് തോന്നണല്ലേ?
അടിപൊളി ചക്കയായിരുന്നു. എന്ത് ഭാഷ